ഇന്ന് ഞങ്ങളുള്ളതേ കോടഞ്ചേരി റൂട്ടിലാട്ടോ. വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ലൈസൻസ് എടുത്തിട്ട് 15 വർഷം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് റൂട്ടിൽ നിന്ന് കിട്ടിയാണ് ഇവരെ. അങ്ങനെ ഞാൻ ഇന്നൊരു 1.5 മണിക്കൂർ ക്ലാസ് കൊടുത്തു. എന്ത് തോന്നുന്നുണ്ട് താത്ത? അടിപൊളിയാണോ? ഒന്നേനേക്കാളും മാറ്റം തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഞങ്ങൾ കോടഞ്ചേരിയാണുള്ളത്. അടിച്ചുപൊളി സ്ഥലമാണ്. നമ്മുടെ ലൊക്കേഷൻ പുലുരാമ്പാറയാണ്, കോഴിക്കോട് ജില്ല. അപ്പൊ ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടിയും വീട്ടിലുണ്ട്. എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചോ. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നമുക്കൊരു ഉറപ്പുണ്ട്. ഓക്കെ. അതേപോലെ ലൈസൻസ് ഒന്നുമില്ല, ഫസ്റ്റ് തൊട്ട് പഠിക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ ഒരു 1.5 മണിക്കൂറായി നമ്മൾ ഈ വണ്ടിയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ മെല്ലെ കോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി ബാക്കോട്ടിരുന്നു. അവിടെ നമുക്ക് ചെറിയൊരു റിസ്ക് വരാൻ കാരണം എന്തായിരുന്നു? നമ്മള് വളഞ്ഞു കൂടിപ്പോയി. നമ്മൾ എപ്പോ വളയ്ക്കുമ്പോഴും നമ്മൾ എങ്ങോട്ട് നോക്കിയാ വളയ്ക്കണ്ടേ, ഏത് സൈഡ് ചേർന്നാ വളയണ്ടേ? ലെഫ്റ്റ് സൈഡ്. അപ്പൊ എപ്പോഴും നമുക്ക് പല ബുദ്ധിമുട്ടുകളും റിസ്കുകളും ഈ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പണികൾ വരിക, റൈറ്റ് സൈഡിൽ നിന്നല്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് വരെ കാണുന്ന അത്രയും ദൂരം മുന്നോട്ട് നോക്കിയിട്ട് വണ്ടി അതിന് ലെവലാണോ നോക്കുക. കാലം എല്ലാം ബ്രേക്കിലോട്ട് വെച്ചു, മുന്നോട്ട് നോക്കി. ഒന്നുമില്ല, ആ എർട്ടിക്ക തിരിയുണ്ട്. അപ്പം മെല്ലെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ എന്താക്കി ബ്രേക്ക് ഓട്ടി. ഓക്കെ. അപ്പൊ തന്നെ ആ വണ്ടി എന്തായി, ഒരു ഓൺ അടിച്ചോ, നമ്മൾ പോവാണ്. അവൻ ഈ റിവേഴ്സ് വരൂല നമ്മളുള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് വീണ്ടും ആ എർട്ടിക്ക കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വര കാണാൻ തുടങ്ങും. അങ്ങോട്ട് നോക്കി അത്രയും തിരിക്കാനുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അങ്ങനെ നോക്കി മുന്നോട്ട് നോക്കിപ്പോ റൈറ്റിൽ നല്ല ബുദ്ധിമുട്ട് വരിക. വിരല് ഫുള്ള് ലെഫ്റ്റിൽ നിന്നായിരിക്കും. അപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചോളാം. ഓക്കെ, പൊക്കോട്ടെ. അപ്പൊ ഇപ്പൊ നമുക്ക് വളവുണ്ട്, നടുക്കത്തെ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ തിരിക്കാൻ തോന്നും. നമുക്ക് അങ്ങനെ തിരിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് ബ്രേക്ക് വേണോ? വേണ്ട, ആക്സിലേറ്റർ എടുത്ത് പോണം. ഈ റോഡിനാണ് അടിവാരം, തുഷാരഗിരി ആ ഭാഗത്തേക്കൊക്കെ പോണ റോഡാണ് ഇത്. കോടഞ്ചേരിന്ന് നെല്ലിപ്പോയിൽ റോഡാട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. നമുക്ക് പറ്റും പോലെയൊക്കെ വന്നിട്ട് നോക്കി സെറ്റാക്കി തരാം. ഓക്കെ. എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ വളവ് വളച്ചപ്പം? അടിപൊളിയാണോ? ചുമ്മാ പറയുവാണോ? കറക്റ്റായിട്ട് തന്നെ പറയുമല്ലേ? ഹലോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.